വൈകിട്ടാണ് നമ്മൾ മുംബൈയിലേക്ക് പോകുന്നത്. പിന്നെ ഒരു 5-6 ദിവസം കഴിയണം നമ്മൾ ഈ സ്വസ്തിയിലേക്ക് തിരിച്ചെത്തണമെങ്കിൽ. വേറെ ഒന്നും മിസ് ചെയ്തില്ലെങ്കിലും ഈ ജനലിലൂടെ കാണുന്ന ഈ രാവിലത്തെ കാഴ്ചയുണ്ടല്ലോ, അത് ഞാൻ എന്തായാലും മിസ് ചെയ്യും. അപ്പൊ നമുക്ക് പോവാം. കുട്ടികളുടെ ആദ്യത്തെ ഫ്ലൈറ്റ് യാത്രയാണ്. അതിന്റെ എക്സൈറ്റ്മെന്റ് അവര് നന്നായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടാ. അപ്പൊ ഞങ്ങളുടെ റെഡി ആവലൊക്കെ കഴിഞ്ഞു, പെട്ടിയൊക്കെ പാക്ക് ചെയ്യലൊക്കെ കഴിഞ്ഞു. പ്രശാന്തേട്ടൻ കുളിച്ച് റെഡി ആവണുള്ളൂ. അപ്പോഴത്തേക്കും കുറച്ച് വീഡിയോ ഒക്കെ എടുക്കുകയാണ് കേട്ടാ. അങ്ങനെ നമ്മൾ ഒരു 6:30 ആയപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങി. സുനിതേച്ചിയും പരമേശ്വരനും ഒക്കെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. പോണ വഴിക്ക് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് എയർപോർട്ടിലേക്ക് പോയത് കേട്ടാ. അവിടെ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് അലങ്കരിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിട്ടാ. അങ്ങനെ നമ്മുടെ എല്ലാവിധ ചെക്കിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മള് ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതാണ് കേട്ടോ നമ്മുടെ പ്രിയ ഉണ്ട്, പാറുക്കുട്ടി ഉണ്ട്, പ്രശാന്തേട്ടനും ഞങ്ങളും പിന്നെ അമ്മയും സുനിതേച്ചും പരമേശ്വരനും കൂടിയിട്ടാണ് കേട്ടോ പോകുന്നത്. എന്തായാലും സമയമുണ്ടല്ലോ, ഞാൻ പിള്ളേരെയും കൊണ്ടൊന്ന് നടന്നിട്ട് വരാന്നും പറഞ്ഞു പോയ പ്രശാന്തേട്ടൻ പുറത്തുനിന്ന് 5 രൂപയ്ക്ക് കിട്ടുന്ന കോലുമിഠായി അവിടെ നിന്ന് 50 രൂപ കൊടുത്ത് വാങ്ങിച്ചിട്ട് വന്നേക്കാട്ടാ. ഈ കോലുമിഠായിക്ക് എന്താ ഇത്ര രൂപ എന്നറിയാൻ ഞാനും ഒന്ന് കഴിച്ചു നോക്കി. പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നും ഇല്ല കേട്ടാ, പൈസയിലുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇരുന്ന് പോസ്റ്റായി. ലാസ്റ്റ് ഞാനും പ്രിയും കൂടി ഓരോ ലൈവ് അങ്ങോട്ട് പോയിട്ടാ, ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ. അതും കഴിഞ്ഞ് കുറെ സമയം ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ കുറെ സെൽഫി ഒക്കെ എടുത്തോണ്ടിരുന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ ഫ്ലൈറ്റിൽ കയറാനുള്ള ടൈം ആയിട്ടാ. നമ്മൾ പോണത് ഇൻഡിഗോ ഫ്ലൈറ്റിലാണ്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് അതാ ഫ്ലൈറ്റിന്റെ ഉള്ളിലേക്ക് കയറുകയാണ് കേട്ടാ. പക്ഷെ ഒരു കാര്യം പറയാലോ, ഞാൻ ഡൽഹി പോയതും ഇൻഡിഗോ ഫ്ലൈറ്റില്ല. അത് പക്ഷെ അടിപൊളി ഫ്ലൈറ്റ് ആയിരുന്നു. ഈ ഫ്ലൈറ്റ് ആണെങ്കിലേ ഒരുപാട് സീറ്റ് കുത്തി നിറച്ചിട്ട് ഇരിക്കാൻ ഒട്ടും കംഫർട്ട് ഇല്ലാത്ത സീറ്റുകളാണ് കേട്ടാ. പ്രശാന്തേന്റെ കാലിന് ഇത്തിരി നീട്ടം കൂടുതലായതുകൊണ്ട് തന്നെ ലെഗ് സ്പേസ് ഒന്നും കാര്യമായിട്ട് കിട്ടിയൂല്ല. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. പിന്നെ ജാനുവിന്റെയും നംശുവിന്റെയും ഫസ്റ്റ് ഫ്ലൈറ്റ് ആയതുകൊണ്ട് അവരെ വിൻഡോ സൈഡിൽ ഇരുത്തി. അതുകൊണ്ട് തന്നെ വലിയ കാര്യമായിട്ട് പുറത്തെ കാഴ്ചകൾ എനിക്ക് കവർ ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ഏകദേശം ഒരു 2 മണിക്കൂർ എടുത്തു മുംബൈയിൽ എത്താനായിട്ട്. അവിടെ എത്തിയിട്ട് ഇനി നമ്മുടെ ലഗേജ് ഒക്കെ എടുക്കണമെങ്കിൽ ഒരുപാട് നടക്കണം. ടെർമിനൽ 2 ആന്ന് പറഞ്ഞപ്പോ തന്നെ ബിന്ദേച്ചി പറഞ്ഞിട്ടായി ഒരുപാട് ഇറങ്ങിയിട്ട് നടക്കാനുണ്ട് ഹരിതയെന്ന്. അങ്ങനെ ഒരുപാട് നടന്ന് നമ്മുടെ സ്ഥലത്തെത്തി, ലഗേജ് ഒക്കെ എടുത്തു. ഇനി നമ്മുടെ കല്യാണച്ചക്കനാണ് നമ്മളെ റിസീവ് ചെയ്യാനായിട്ട് വന്നേക്കണേ. ആളെ തപ്പി നടക്കാണ് കേട്ടാ. അങ്ങനെ നമ്മുടെ കല്യാണച്ചക്കനെ കണ്ടു കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ശശാങ്ക്. ശശാങ്കിന്റെ കല്യാണം കൂടാനാണ് കേട്ടാ നമ്മൾ മുംബൈയിൽ എത്തിയേക്കണേ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വണ്ടി കയറി നേരതാ അവരുടെ താമസ സ്ഥലത്തെത്തി. ഇന്ന് ഇവിടെ കൂടുകയാണ്. ഏകദേശം ഒരു വെളുപ്പിന് 3 മണിയൊക്കെ ആയിട്ടാ നമ്മൾ വീട്ടിലെത്തിയപ്പോ അവരെല്ലാവരും ഉറങ്ങാണ്ട് നമ്മളെ കാത്തിരിക്കുകയായിരുന്നു കേട്ടാ. പിന്നെ അങ്ങോട്ട് വിശേഷം പറയലും പെട്ടിപ്പൊട്ടിക്കലും ഒക്കെ ആയിരുന്നു. ഈ ദിവസത്തെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങൾ അറിയാനായിട്ട് ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ കാണേണ്ട ആൾക്കാരൊന്ന് പോയി കണ്ടോളൂ കേട്ടാ. ലിങ്ക് ഞാൻ എന്തായാലും സ്റ്റോറിയിൽ കൊടുക്കാം കേട്ടാ.